Dear students, നമ്മൾ നെക്സ്റ്റ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നെക്സ്റ്റ് മൊഡ്യൂളാണ്. നെക്സ്റ്റ് മൊഡ്യൂൾ ഇസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന രണ്ട് ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. അതിന് മുന്നേ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നൊന്ന് പറയാം. വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് കളക്ഷൻ, കമ്പൈലേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി സയൻസ് ഓഫ് ഡാറ്റ. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെത്തേഡ്സ് used to collect, analyze, present and interpret data and to make decisions. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, അത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതിനുശേഷം അതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. ഓക്കെ, ബേസിക് ടേംസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ബേസിക് ടേംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെഷർമെൻറ്റ്, ഡേറ്റ, സാമ്പിൾ, പോപ്പുലേഷൻ ആൻഡ് വേരിയബിൾ. മെഷർമെൻറ്റ് നമുക്കറിയാം, അസൈൻമെൻറ്റ് ഓഫ് നമ്പേഴ്സ് ടു സംതിങ്. നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യുകയാണ്, ഓരോ കാര്യത്തിന് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്നതിനാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡേറ്റ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് മെഷർമെൻറ്റ്സ്. നമുക്ക് എന്ത് കാര്യമാണോ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മെഷർമെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. കളക്റ്റഡ് ഡേറ്റയാണ് സാമ്പിൾ. ദെൻ ഓൾ പോസിബിൾ ഡേറ്റയാണ് പോപ്പുലേഷൻ. ആൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഡേറ്റ ഫ്രം എ സാമ്പിൾ ഡിഫർ ഇൻ സം മെഷറബിൾ വേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 2 ടൈപ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ല, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ടു ഓർഗനൈസ് ആൻഡ് ഡിസ്ക്രൈബ് എ സാമ്പിൾ ഓർ പോപ്പുലേഷൻ. ഒരു സാമ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്ത് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമ്മളുടെ ശരിക്കുള്ള ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡേറ്റ ആയിരിക്കും, വെരി ലാർജ് കളക്ഷൻ ആയിരിക്കും നമ്മളുടെ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു കൺക്ലൂഷൻ പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡേറ്റ നമ്മൾ ഒരു ടാബുലർ ഫോമിലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മളതൊന്ന് റെഡ്യൂസ് ചെയ്യും. നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈസിൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് അതൊന്ന് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മളുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, അതുപോലെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, ഇതെല്ലാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് നടത്തുവാണെങ്കിൽ ആ ഷോപ്പിലേക്ക് ഇപ്പോൾ ഈ ഒരു മാസം വന്ന് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൽ വരുന്ന ഫീമെയിൽ കസ്റ്റമേഴ്സ്, മെയിൽ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാസം ഏത് പ്രോഡക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ എന്ത് സാധനത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഡിമാൻഡ് വന്നത് ഏതിനായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്?
അതിനൊക്കെ നമ്മളൊക്കെ ഒരു ടാബുലർ ഫോമിലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഫോമിലോ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അതൊന്ന് അനലൈസ് ചെയ്ത്, അതായത് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് നമുക്കതിന് ആ സാമ്പിളിനെ കുറിച്ച് നമുക്കൊന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ ആ ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ടു എക്സ്ട്രാപ്പൊലേറ്റ് ഓർ എസ്റ്റിമേറ്റ് ഫ്രം എ സാമ്പിൾ ടു എ ലാർജർ പോപ്പുലേഷൻ. അതായത് നമ്മളിവിടെ നമുക്ക് ഉള്ളത് ഒരു കുറച്ച് ഡേറ്റ മാത്രം, അതായത് ഒരു സാമ്പിൾ മാത്രമേ നമുക്കുള്ളൂ. അതിൽ നിന്ന് ലാർജർ പോപ്പുലേഷൻ നമുക്കൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ 2 ടൈപ്സാണ് വരുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസും എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സും. അത് രണ്ടും നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സാമ്പിൾ വാല്യൂസ് ആണ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്ത്, വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ പോപ്പുലേഷൻ്റെ ഹോൾ പോപ്പുലേഷനെ കുറിച്ച് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്. അതായത് ഹോൾ പോപ്പുലേഷനെ കുറിച്ച് ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ഈ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്നത്. ആ സാമ്പിൾ വാല്യൂസിനെ അല്ലെങ്കിൽ ആ സാമ്പിൾ റിസൾട്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കൺക്ലൂഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മളുടെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നുകൂടി പറയാം, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിസ്റ്റ് ഓഫ് മെത്തേഡ്സ് for organizing, displaying and describing data by using tables, graphs and summary measures. Summary measures എന്ന് പറയുന്നത് ആവറേജസ്, മീഡിയൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് സമ്മറി മെഷേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടേബിൾസും ഗ്രാഫ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡേറ്റ ഓർഗനൈസ് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ആൻഡ് ഡിസ്ക്രൈബ് ചെയ്യുകയും പറ്റുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിസ്റ്റ് ഓഫ് മെത്തേഡ്സ് that use sample results to help make decisions or predictions about the population. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോപ്പുലേഷനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാവുന്നതാണ് എൻറ്റയർ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഡേറ്റ ന്യൂമറിക്കൽ ആവാം അല്ലാതെ ആവാം. ദ സെറ്റ് ഓഫ് ഡേറ്റ corresponding to the entire collection of units about which information is sought. അതാണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാമ്പിൾസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോപ്പുലേഷനിലുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സാമ്പിളിലുണ്ടായിരിക്കും. ഇത് രണ്ടും നമ്മളുടെ സാമ്പിൾസിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ദെൻ സെൻസസ് എന്ന് പറയുന്നത് എ സാമ്പിൾ ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഐറ്റംസ് ഇൻ ദി പോപ്പുലേഷൻ. എ സാമ്പിൾ that contain all items in the population. ഇതാണ് സെൻസസ്. നെക്സ്റ്റ്, വൈ സാമ്പിളിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ സാമ്പിളിംഗ് എടുക്കുന്നത്? സാമ്പിളിംഗ് എന്താണെന്ന് അറിയണം. അതിന് മുന്നേ സാമ്പിളിംഗ് എന്താണ്? സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ വാല്യൂ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറെ ആണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾസിന് സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് സാമ്പിളിംഗ് എടുക്കുന്നത്? സാമ്പിളിംഗ് എന്തുകൊണ്ട് എടുക്കാൻ കാരണം, ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഒറിജിനൽ ഡേറ്റ എന്ന് പറയുന്നത്
വെരി ലാർജ് പോപ്പുലേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒറിജിനൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ് നമ്മളുടെ ഒറിജിനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഒരു കൺക്ലൂഷൻ പറയാൻ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് മാത്രം സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഒരേ പ്രോപ്പർട്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത്, അതായത് ആ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ നമ്മളെടുക്കും. ആ ഡിസിഷൻ ആയിരിക്കും നമ്മളുടെ എൻറ്റയർ ഇതിൽ സെയിം പ്രോപ്പർട്ടി തന്നെയാണല്ലോ, അപ്പോൾ ഹോൾ പോപ്പുലേഷനിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ സാമ്പിളിങ്, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈ സാമ്പിളിങ് എന്നുള്ളത്, ഇൻ മോസ്റ്റ് സ്റ്റഡീസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം ദി എൻറ്റയർ പോപ്പുലേഷൻ ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. We rely on samples to make estimates or inferences related to the population. Okay. അപ്പോൾ ഈ PPTയിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പോപ്പുലേഷൻ, സാമ്പിൾസ്, വൈ സാമ്പിളിങ്, അത്രയും മാത്രമേ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വരുന്നത് അടുത്ത ക്ലാസ്സുകളിലുണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.